ഒരു മനോഹരമായ പ്രകൃതി പ്രതിഭാസത്തിന്റെ കേന്ദ്രമായി മാറാറുണ്ട് എല്ലാ വർഷവും കാനഡയിലെ മാനിറ്റോബയിലെ നാർസിസ് എന്ന ഗ്രാമീണ പട്ടണം. അസാധാരണമായ ഒരു ദേശാടനത്തിനായി വർഷം തോറും 75,000-ത്തിലധികം പാമ്പുകൾ ഈ സ്ഥലത്തേക്ക് സ്വയം എത്തിച്ചേരുന്നതാണ് ഈ അത്ഭുത പ്രതിഭാസം. ചില സന്ദർഭങ്ങളിൽ പാമ്പുകളുടെ എണ്ണം 1,50,000 വരെ എത്താറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശൈത്യകാലം കഴിഞ്ഞ് മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഈസ്റ്റേൺ ഗാർട്ടർ പാമ്പുകളാണ് എല്ലാ വസന്തകാലത്തും ഈ ഒത്തുചേരൽ നടത്തുന്നത്. വന്യജീവി പ്രേമികളെയും ശാസ്ത്രജ്ഞരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ചൂട് തേടിയെത്തുന്ന പാമ്പുകൾ ഇണചേരുന്ന സമയം കൂടിയാണിത്. കൗതുകകരമായ ഈ പ്രകൃതി പ്രതിഭാസത്തെ അടുത്തുനിന്ന് കാണാൻ നിരവധി പേരാണ് എത്താറുള്ളത്. കാനഡയിലെ തണുത്ത ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയിൽ നിന്നും രക്ഷപ്പെടാൻ പാമ്പുകൾ ഭൂഗർഭ മാളങ്ങളിൽ അഭയം തേടും. തുടർന്ന് വസന്തകാലത്ത് ആൺപാമ്പുകൾ ഇണയെ തേടി ആദ്യം മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നാലെ പെൺപാമ്പുകളും. പരസ്പരം ഇണകളെ കണ്ടെത്താൻ ആൺപാമ്പുകളെ സഹായിക്കുന്നത് ഇവയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഫെറോമോണുകളാണ്. ഇത്തരത്തിൽ ഇണചേരലിനായി എത്തിച്ചേരുന്ന നൂറുകണക്കിന് പാമ്പുകളാണ് ഓരോ വർഷവും നാർസിസ് സ്നേക്ക് ഡെൻസിന് സമീപത്തെ ഹൈവേ 17 അടക്കമുള്ള റോഡുകൾ മുറിച്ചു കടക്കുമ്പോൾ വാഹനങ്ങൾ കയറി കൊല്ലപ്പെട്ടിരുന്നത്. ഇത് ഈ പാമ്പുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായതോടെ അധികൃതർ ഇടപെട്ട് ഹൈവേയുടെ അടിയിലൂടെ പ്രത്യേക തുരങ്കങ്ങൾ നിർമ്മിക്കുകയും പാമ്പുകൾക്കായി ഒരു സഞ്ചാരപാത നിർമ്മിക്കുകയും ചെയ്തു. ഇതോടെ ഇവയുടെ കൂട്ടമരണങ്ങളിൽ ഗണ്യമായ കുറവുമുണ്ടായി. പ്രാദേശിക വൈവിധ്യത്തെ സംരക്ഷിക്കുക വഴി നാർസിസയിലെ ഈ പാമ്പുകളുടെ മഹാസംഗമം ഉരകവർഗത്തെക്കുറിച്ച് മനുഷ്യന് കൂടുതൽ അറിവ് നൽകുന്നതിനും നിർണായക സംഭാവന നൽകുന്നതുമാണ്. നമ്മളിൽ പലരും കരുതിയിരുന്നത് പോലെ പാമ്പുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവയല്ലെന്നും സാമൂഹ്യ ജീവികൾ തന്നെയാണെന്നും ഈ പ്രതിഭാസം തെളിയിക്കുകയാണ്. എന്നാൽ ഈ കുടിയേറ്റത്തിനായി സമീപത്തുള്ള ഹൈവേ മുറിച്ചു കടക്കുമ്പോൾ നിരവധി പാമ്പുകൾ ചത്തൊടുങ്ങിയതും ദുഃഖകരമാണ്. നാർസിസ് സ്നേക്ക് ഗാദറിംഗ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചു കഴിഞ്ഞു. നിരവധി പേരാണ് അവിശ്വസനീയമായ ഈ പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തുന്നത്.